പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സർക്കാരിന് പ്രതിദിനം നഷ്ടം 2,75,00,000 രൂപയിലെത്തി. വരുമാന നഷ്ടം നികത്താൻ സർക്കാർ KSRTCക്ക് പ്രതിമാസം നൽകേണ്ടത് 60 കോടി രൂപയാണ്. ആദ്യ ദിനം സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 13 ലക്ഷത്തിലധികം പേരാണ്. റോഷ്നി, ഈ കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതാണ്. കാരണം ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധമായിട്ട് പഠിച്ച് റിപ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി പിന്നീട് ഈ മാസം 15-ാം തീയതി ആരംഭിച്ചത്. അന്നേ ദിവസം 13 ലക്ഷത്തിലധികം സ്ത്രീകളാണ് പ്രിയദർശിനി സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത്. അതിൽ അന്നേ ദിവസം 2.2 കോടി രൂപയുടെ നഷ്ടമാണ് ആദ്യ ദിവസം തന്നെ KSRTCക്ക് ഉണ്ടായത്. ഇത് പ്രതിദിനം നിലവിൽ 2.5 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മുൻപാണ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള CP ജോൺ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ മാസത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വർഷത്തിൽ KSRTCയിൽ ഏറ്റവും ഒരു പീക്ക് ടൈമായിട്ട് കണക്കാക്കുന്നതും ജൂൺ മാസമാണ്. കാരണം സ്കൂൾ തുറക്കുന്ന മാസമാണ്. ഈ മാസമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന മാസം. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളാണ്. അതായത് ഓണം സീസണാണ്. ആ സീസൺ കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത 2 ദിവസങ്ങളും ഇതേ പീക്ക് ടൈമിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിലവിൽ ഈ ജൂൺ മാസം നേരിടുന്ന ഈ പ്രതിസന്ധി ഏറ്റവും വെല്ലുവിളിയായി മാറും. കാരണം നിലവിൽ ഈ KSRTCക്ക് സർക്കാർ നൽകാമെന്ന് പറഞ്ഞത് 60 കോടി രൂപയാണ്. അതായത് പ്രതിദിനം 2 കോടി രൂപയാണ് നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ 2.75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഈ നഷ്ടം വരുമെന്നുള്ളത് നിലവിൽ യൂണിയനിലെ സംഘടനാ നേതാക്കൾ അടക്കമുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം 3 കോടിയോളം രൂപയുടെ നഷ്ടമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യൂണിയൻ സംഘടനകൾ എന്തായാലും കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 60 കോടി രൂപ മാത്രം മതിയാകാതെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത് നേരത്തെ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 60 കോടി രൂപ ഈടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യ ദിനം തന്നെ 13 ലക്ഷത്തിലധികം പേർ ഈ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയെങ്കിൽ 14-ാം തീയതി അതായത് ജൂൺ 14-ാം തീയതി 5 ലക്ഷത്തിലധികം സ്ത്രീകൾ മാത്രമാണ് KSRTC യാത്ര ചെയ്തിട്ടുള്ളൂ. തൊട്ടടുത്ത ദിവസം സൗജന്യ യാത്ര വന്നപ്പോഴേക്കും അത് 13 ലക്ഷത്തിലധികം യാത്രക്കാർ വന്നെത്തിയെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഓരോ ദിവസവും സ്ത്രീകൾ ഈ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ജൂൺ മാസം കഴിയുമ്പോൾ ഈ സ്ത്രീകളുടെ യാത്രയിൽ ഒരു ഗണ്യമായ കുറവാണ് നിലവിൽ സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ സ്കൂൾ ഒരു ആരംഭിച്ചതിൻ്റെ ഒരു പീക്ക് ടൈം കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ യാത്രക്കാരിൽ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ പോലും സ്ത്രീകൾ ഈ യാത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സിറ്റി മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള നിലവിലുള്ള സ്വകാര്യ ബസ് യാത്രക്കാരൊക്കെ വലിയ വിഷമത്തിലേക്കായിരിക്കുന്നു. അവരുടെ ബസ് സർവീസിനെ വലിയ രീതിയിൽ തന്നെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്.